ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ കട്ടാണ്. അപ്പോൾ നമ്മൾ ഹെയർ കട്ട് എന്തായാലും സലോൺ പോയിട്ട് ചെയ്യാവുള്ളൂ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതിന് കുറച്ച് കടമ്പകൾ കൂടി ഇനി കടക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീട്ടിൽ നമുക്കൊന്ന് ചെയ്യാമെന്ന്. കാരണം മുടി അത്രയും മോശമായിട്ടുണ്ട്. എനിക്കന്ന് മുടി ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. മുടി ഭയങ്കര കൊഴിച്ചിൽ. അപ്പോൾ ഓൾറെഡി ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും സെറ്റായിരുന്നില്ല. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആകെ ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. മനസ്സൊന്നും ശരിയല്ലായിരുന്നു. അപ്പോൾ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. വൺസ് ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനും ഞാൻ ഓക്കെ ആയിട്ടോ. അപ്പോൾ നമുക്ക് മുടിക്ക് വെട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ചീപ്പെല്ലാം എടുത്തിട്ടുണ്ട്. ഒന്ന് പല്ല് അകലുള്ളത്, പിന്നെ പല്ല് അടുത്തിട്ടുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നമ്മളുടെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. ദെൻ 2 റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. എൻ്റെ മുടി ഹെവി കൊഴിച്ചിലാണ്, ഭയങ്കര ടെൻഷനുണ്ട്, അത് കാരണം കൊണ്ടായിരിക്കാം. ദെൻ വേറെ മുറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ മുറ്റുണ്ട്. നെറുകയിലും തലമണ്ടയിലൊക്കെ നന്നായിട്ട് മുടിയുണ്ട്, പക്ഷെ നീളം വരുന്നില്ല. ആ നീളം വരുന്ന ആ ഭാഗം ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു പോവുക. ദാറ്റ് മീൻസ് ഉള്ള മുടികൾ കൊഴിഞ്ഞു പോകുന്നു എന്ന് വേണമല്ലോ പറയാനായിട്ട്. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ്നർ വെച്ചിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യം നമ്മൾ മുടിയിലെ ചെടിയൊക്കെ നന്നായി കളയണം. ഓക്കെ, അപ്പം ഞാനിതിന് സെൻറ്റർ പാർട്ട് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇത് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു സാധനം കൂടെ കാണിക്കാൻ മറന്നുപോയി. ഈ ഒരു വലിയ കത്രിക എടുത്തിട്ടുണ്ട്. ഇത് കുറേ കാലമായിട്ടുള്ള കത്രികയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കുട്ടി കത്രിക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് തന്നെ ഉദ്ഘാടനം കഴിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ടിൽ നമ്മളുടെ മമിത വെട്ടിയിട്ട പോലെ ഇങ്ങനെ വെട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് പാരു പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മുടി ഇങ്ങനെ ഭയങ്കര വേവി കേളി ആയിട്ടുള്ള, അതായത് ഇവിടെയൊക്കെ വേവിയാണ്, ഇവിടെയൊക്കെ ഭയങ്കര കുനുകുനാന്നുള്ള മുടിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വിചാരിച്ച പോലെ എനിക്ക് വെട്ടാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ എടുത്തത്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മുടിയാണല്ലോ, മുടി ഭയങ്കര കൊഴിച്ചിലാണ്, ഒരു രക്ഷയില്ലാത്ത കൊഴിച്ചിൽ കാണില്ല എനിക്ക്. പക്ഷെ ഓരോ ചീവലിനും ഭയങ്കര മുടി കൊഴിച്ചിലായ കാരണം കൊണ്ട് ഞാൻ എന്താ പറയുക, മുടി എപ്പോഴും തല കുളിക്കലൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനിയും മുടി ഇങ്ങനെ മുറിക്കില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പം ഇതിപ്പോൾ ചിലപ്പോൾ ഞാനിത് വോയിസ് ഓവർ ചെയ്യും, ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇട്ട് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും മുടിയിലത്തെ ചെടിയൊക്കെ കളഞ്ഞിട്ട് മുടിയൊന്ന് ജസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്യാൻ പോവാണ്. സ്ട്രെയിറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് വെട്ടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആകെ ഒരുമാതിരിയായിട്ട് നിൽക്കും. ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നത്, എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടണില്ല, ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ അതേപോലെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കണത്. കാരണം എനിക്കത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ട് മീൻസ് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞേക്കാം നല്ല രസമുണ്ടെന്ന്. പിന്നെ എനിക്കും പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം തോന്നിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മുടി ഇവിടെ കെട്ടി വെച്ച് കുഞ്ഞ് സെക്ഷനൊക്കെ ഇട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കേൾസ് ഉള്ളത്. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ്നർ മേടിച്ചിട്ടുണ്ടെങ്കിലും കൂടി ഞാൻ അങ്ങനെ റെഗുലറായിട്ട് സ്ട്രെയിറ്റ് ചെയ്യേ അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവരി ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതിന് മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. പിന്നെ ഇതൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എനിക്ക് പണ്ട് തൊട്ടേ ഇങ്ങനെ ഈ ഒരു സംഭവം വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യണ ഈ സാധനം വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ മേടിച്ചിട്ടുള്ളതാണിത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അത് ചെയ്യാനായിട്ട്. ഇവിടെ ചെവിയിലോ അല്ലെങ്കിൽ കഴുത്തിലെങ്ങനെ കൊള്ളുമെന്ന് ഭയങ്കര പേടിയായിരുന്നു. ഇത് കുഴപ്പമില്ലാന്നല്ല, ഇത് നല്ല സംഭവമാണ്. അത്യാവശ്യം നന്നായിട്ട് കണ്ടോ ഒരു ഇതിൽ തന്നെ നന്നായിട്ട് സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഒരു വിധപ്പെട്ട് ഒക്കെ എൻ്റെ മുടിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ഈ കൂച്ചിയിലുള്ള ഈ ഒരു ഭാഗമില്ലേ, ആ ഭാഗത്ത് മുടി വിചാരിച്ച മാതിരി വലുതാവില്ല. പക്ഷെ മിക്കവർക്കും പ്രശ്നം നേരെ മറിച്ചാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സൈഡിൽ മുടി വലുതാവില്ല, നടുക്കത്തെ മുടി മാത്രം വലുതാവും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല കേട്ടോ, എനിക്ക് നേരെ തിരിച്ച്. അപ്പോൾ ഈ പാർട്ട് ശരിയായിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ മുടിമ പണി പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അതിൽ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ എന്തായാലും വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് ഈ ഒരു നെറുകഭാഗത്തില്ലേ അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതാണ്, ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് എങ്ങനെ ഇത് ശരിക്കും ഉണ്ടാക്കാണ്ടെന്ന് ഇങ്ങനെ അറിയണില്ല കേട്ടോ. എനിക്ക് എന്താ പറയുക,
ഞാൻ പല തരത്തിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചിലവർക്കൊക്കെ പെട്ടയിട്ടാണ് വരുന്നത്, എനിക്ക് പക്ഷേ ഇവിടെ നല്ലതായിട്ട് മുട്ടിയാണ്. ഓക്കെ, ഞാൻ ഒരു വിധത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനായിട്ട് പറ്റുന്നുണ്ട് ഇവിടെ 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 മുടിയുണ്ട് ആക്ച്വലി, പക്ഷെ അത് ഇങ്ങനെ ഉള്ളിലായിട്ടാണ്. ഓക്കെ, അപ്പം ഞാനൊരു വിധത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താ ഇങ്ങനെയൊക്കെ ആവാമെന്ന് എനിക്കറിയില്ല, എന്നാലും മുന്നേ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സമാധാനത്തിലാണ് ഞാനിപ്പോൾ വീണ്ടും ചെയ്യാനിരിക്കുന്നത്. ദെൻ ഞാനാകെ ഭയങ്കര ഇതായിട്ട് ചെയ്യണില്ല, ചെറുതായിട്ട് മാത്രമേ ചെയ്യണുള്ളൂ. കാരണം ചെറുതായിട്ട് മാത്രമേ ചെയ്യണുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറേ അതിൻ്റെ ഇടയിൽ സെർച്ച് ചെയ്തായിരുന്നു കേട്ടോ. ബട്ടർഫ്ലൈ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനെക്കാട്ടും കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടമായത് ഞാൻ മുന്നേ ചെയ്തോർന്നത് തന്നെയാണ്. അപ്പോൾ അതിന് ലെയർ കട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാം മുടിയും കൂടെ ഇങ്ങനെ ഇടുക, എന്നിട്ട് നന്നായിട്ട് സെൻട്രലൈസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിക്കണം കേട്ടോ. ഇതിൽ മറ്റേ ബ്ലാക്ക് ഉണ്ടില്ല, അത് കാരണം കൊണ്ടാണ്. ബ്ലാക്ക് ഉണ്ട ഉണ്ടായിരുന്നെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഭാവിയിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ എന്നെ ഇങ്ങനെയൊക്കെ കാണേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ട് ഒന്ന് സെറ്റാക്കി വെക്കുന്നത് നന്നായിരിക്കും. ദെൻ നമ്മളിങ്ങനെ എടുക്കുന്നു. നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഭയങ്കര പിരിപിരായിട്ടിരിക്കണുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും കൂടെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാൻ പോവാണ്. ഇത് സ്ട്രൈറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെട്ടാൻ എളുപ്പത്തിലാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നിനല്ല. ഞാൻ ഒന്നും കൂടെ സ്ട്രൈറ്റ് ചെയ്യാം കേട്ടോ. ഇടുന്നുണ്ട് കണ്ടോ, ഇത്രയും ഉള്ളു പോയി എൻ്റെ. കണ്ടോ, ഇവിടേക്ക് ഇത്ര ഉള്ളു. ഞാൻ എന്തിനാണ് ഈ മുടി കൊണ്ട് നടക്കണം? എന്നിട്ട് ഞാൻ ഇവിടെ വെട്ടാൻ പോവാണ് കേട്ടോ. ഓക്കെ, അതെ, ഒരു ഇഞ്ച് മുടി ഇത്ര വെട്ടിയുണ്ട്. ദെൻ നമ്മൾ അഴിക്കുന്നു, നോക്കുന്നു, കണ്ടോ. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ലെവൽ ചെയ്യുന്നു. അഴിക്കുന്നു. ദെൻ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. അപ്പം ഞാനിതൊരു 3 സ്റ്റെപ്പിൽ ഒതുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ ചെവിടില്ലേ, ഈ ചെവിടിൻ്റെ ഇവിടെ നിന്നുള്ള, അതായത് ഇതിൻ്റെ മേലെ നിന്നുള്ള ഇത്രയും ഹെയർസ് ഇങ്ങനെ എടുക്കുന്നു. ഇത് ഞാൻ പണ്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോഴത്തേനും നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന പോലെ 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം. പറ്റുന്ന പോലെ സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഇപ്പുറത്തെ മുടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വേണമെങ്കിൽ ഒന്ന് ബാക്കിലെ റിമൈനിങ് ഹെയർ നമുക്കൊന്ന് ടൈ ചെയ്ത് വെക്കാം. നമ്മളിവിടെ ടൈ ഇടുന്നു. നേരത്തെ നമുക്ക് ഇത്ര ഹെയർ ഉണ്ടായിരുന്നു, നമ്മൾ ഇത്ര വെച്ചിട്ട് കട്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇത്ര ഹെയർ ഉണ്ട്, നമ്മൾ ഇത്ര വെച്ച് കട്ട് ചെയ്യുന്നു. ഓക്കെ, പിരിപിരാന്ന് കിടക്കണം, കാരണം കൊണ്ട് അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്, വെട്ടാൻ എളുപ്പത്തിനാണ്.
ഓക്കെ. കണ്ടോ, ഇതിങ്ങനെ പിരിഞ്ഞിരിക്കണമല്ലോ. ഇതിങ്ങനെ പിരിഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ ഇതിൽ വ്യത്യാസം വരും. കുറച്ചും കൂടെ ഇങ്ങനെ കയറ്റി, അതായത് ഇപ്പോൾ നല്ല ഇതായിരിക്കട്ടെ. ഇപ്പം നല്ല മുറ്റുള്ളവരുടെ മുടിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്ത സെക്ഷൻ അങ്ങനെയൊക്കെ എടുക്കുമ്പോഴത്തേനും കുറേ മുടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഒരു ഇഞ്ച് കയറ്റി വെട്ടുമ്പോൾ അത് ആ ഒരു ഇഞ്ചായിട്ട് ഇങ്ങനെ ലെയറായിട്ട് കിടക്കും. അതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ മുടി ഷോർട്ട് ഹെയർ ആയ കാരണം കൊണ്ടും മുറ്റ് ഭയങ്കര കുറവായ കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു 2 ലെയറിൽ ഒതുക്കിയത്. 3ാമത്തെ ലെയർ എടുക്കുമ്പോഴത്തേനും മുടിയൊക്കെ അങ്ങനെ ആകെ വീണ് കിടക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് പകരം ഞാൻ വേറൊരു ഹാക്ക് കണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി കണ്ടതാണ്. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്യാം. ഏറ്റവും സെൻറ്റർ പാർട്ട് ഇവിടത്തെയാണ് എടുക്കുന്നത്, ഫ്രണ്ടിലത്തെയാണ് എടുക്കുന്നത്. അപ്പം ഫ്രണ്ടിലത്തെ എടുക്കുമ്പോഴത്തേനും ഞാൻ സാധാരണ ഇങ്ങനെയാണ് കേട്ടോ എടുക്കാറുള്ളത്. ഇവിടുത്തെ ഇത്രയും സെക്ഷൻ എടുക്കും. സൈഡിലോട്ടാണ് ഇടാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് ആക്കി വെട്ടാം. അങ്ങനെയാണ് ഞാൻ വെട്ടാറുള്ളത് കേട്ടോ. അതെനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് വരാറില്ല. അപ്പോൾ ഇതിൽ കൂടെയാണ് വെട്ടേണ്ടത്. ഞാൻ ഈ കൈ കൊണ്ട് വെട്ടുന്നതുകൊണ്ട് എന്താ പറയുക, കറക്റ്റായിട്ട് വരില്ല. ഓൾറെഡി കണ്ടോ, ആ ഒരു സ്ലാൻഡിങ് മോഡിലാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ മുന്നേ വെട്ടിയിട്ടുണ്ട്. കണ്ടോ, മുന്നേ വെട്ടിയിട്ടുള്ള മുടി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക, മുഖം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എന്താ പറയുക, സലൂണിലൊക്കെ പോയിട്ട് വെട്ടുന്നതായിരിക്കും നല്ലത്. അല്ല നിങ്ങളുടെ ഹെയർ ലൈനെ കുറച്ച് പരീക്ഷണമൊക്കെ നടത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം മുടിയാണല്ലോ, നമ്മൾ എന്ത് ചെയ്താലും അത് വളരുമല്ലോ. അങ്ങനെയുള്ളൊരു മൈൻഡാണ് എനിക്ക്. പിന്നെ ഞാൻ കുറേ പ്രാവശ്യം സ്റ്റൈൽ ചെയ്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ഫേസിന് സെറ്റാവുന്ന രീതിയിൽ ഞാൻ എന്താ പറയുക, ഫ്രിഞ്ചസൊക്കെ വെട്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ വെട്ടിയിട്ട് മുടി എങ്ങനെ ഇട്ടാലാണ് എനിക്ക് ഭംഗി ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഞാൻ തന്നെ സ്റ്റൈൽ ചെയ്ത് എനിക്കിഷ്ടത്തിന് കണ്ടുപിടിച്ചതാണ്. ഞാൻ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ഭാഗത്തിലെടുത്തിട്ട് ഇങ്ങനെ വലിച്ച് കെട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇച്ചിരി ലൂസൊക്കെ ആക്കി മുടിയൊക്കെ അങ്ങനെയൊക്കെ ആക്കി കെട്ടിയിട്ട് വരുന്നത്. അത് എനിക്കിഷ്ടമാണ്. പേഴ്സണലി എനിക്കിഷ്ടമായിരുന്നത്, ഇഷ്ടമാണ് ഇപ്പോഴും. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റൈൽ ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ എന്താ പറയുക ചെയ്ത് നോക്കാം കേട്ടോ. അല്ല മുടിയിൽ തൊട്ട് കഴിഞ്ഞാൽ കൈ വെട്ടുന്നുള്ള വീട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം എനിക്ക് കുറേ ചീത്തയൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. ചീത്ത കേട്ട് പിന്നെ അവർ ചീത്ത പറയാതായി, ഞാൻ ചീത്ത മൈൻഡ് ചെയ്യാണ്ടായി. അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടത്തിന് ഞാൻ എല്ലാ മാസത്തിലും ഞാൻ മുടി വെട്ടുമായിരുന്നു കേട്ടോ. കുറച്ച് ഇങ്ങനെ തുമ്പൊക്കെ വെട്ടും. അല്ലെങ്കിൽ മുടി ഭയങ്കരമായിട്ട് പിന്നും. തലയിൽ എണ്ണ ഒട്ടും വയ്ക്കാത്ത കാരണം കൊണ്ട് മുടി ഭയങ്കരമായിട്ട് പിന്നുമായിരുന്നു. അപ്പോൾ ഞാൻ മിക്കപ്പോഴും മുടി വെട്ടിക്കളയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെയൊക്കെ വെട്ടിയെങ്കിലും വലിയ കാര്യമായിട്ട് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. കാരണം മുടി ഭയങ്കരമായിട്ട് നീളം വെച്ചിട്ടുണ്ടായിരുന്നു, 2 വാല് മാത്രം. അപ്പോൾ അത് ഫുള്ള് വെട്ടിക്കളയുമ്പോഴത്തേനും ഷോൾഡർ വരെയാവും. അത് കാരണം കൊണ്ടാണ് എൻ്റെ മുടി എപ്പോഴും ഷോൾഡർ വരെ നിൽക്കുന്നത്. ഫ്രണ്ട് ഭാഗമൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ മിക്കപ്പോഴും ഞാൻ പോണിറ്റെയിൽ കെട്ടണ കാരണം അതൊരു വിഷയമല്ല. അഴിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രസത്തിൽ കിടക്കണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെന്താണ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ആർക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും ബൈ.